ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാങ്സ്റ്റൺ ഹ്യൂസ് എഴുതിയിട്ടുള്ള ഐ ടു എന്ന് പറയുന്നൊരു പോമാണ്. സോ നമ്മൾ ഈ ഒരു പോം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും വളരെ ചെറിയൊരു പോമാണ്. മാത്രമല്ല വളരെ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഈ ഒരു പോം അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീം അദ്ദേഹം ഈ ഒരു പോത്തിലൂടെ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പോത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് പോയിറ്റിനെ കുറിച്ചൊന്ന് നോക്കാം. സോ ലാങ്സ്റ്റൺ ഹ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ സുപരിചിതമായിട്ടുള്ളൊരു പേരാണ്. കാരണം നമ്മൾ UGയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോം പഠിച്ചിട്ടുണ്ട്. മദർ ടു സൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വർക്ക് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. ലാങ്സ്റ്റൺ ഹ്യൂസ് ഒരു അമേരിക്കൻ പോയറ്റായിരുന്നു. മാത്രമല്ല ഒരു എസ്സേയിസ്റ്റും പ്ലേ റൈറ്ററും അതേപോലെ തന്നെ ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ കൂടിയായിരുന്നു അദ്ദേഹം. 20th സെഞ്ച്വറി അമേരിക്കൻ ലിറ്ററേച്ചറിലെ ഒരു വലിയ കോൺട്രിബ്യൂട്ടറായിരുന്നു അദ്ദേഹം. കാരണം അദ്ദേഹം ഒരുപാട് പോംസും അതേപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസും പ്ലേസൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുക വർക്കിംഗ് ക്ലാസ് ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ പ്രയാസങ്ങൾ, അവരനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മിക്ക വർക്ക്സും എഴുതിയിട്ടുണ്ടായിരുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആഫ്രിക്കൻ അമേരിക്കൻസ്, വർക്കിംഗ് ക്ലാസ് ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ വോയിസ് ആയിരുന്നു ലാങ്സ്റ്റൺ ഹ്യൂസ്. ഇനി നമ്മൾ പോയത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു പോം പബ്ലിഷ് ചെയ്യുന്നത് 1926 1926 എന്ന് പറയുന്ന സമയത്ത് ഹാർലം റിനൈസൻസ് അതിൻ്റെ പീക്ക് ലെവൽ എത്തി നിൽക്കുന്ന സമയത്താണ് ലാങ്സ്റ്റൺ ഹ്യൂസ് ഈ ഒരു പോം പബ്ലിഷ് ചെയ്യുന്നത്. ഈ പബ്ലിക്കേഷൻ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പോം അദ്ദേഹത്തിൻ്റെ തന്നെ ലാങ്സ്റ്റൺ ഹ്യൂസിൻ്റെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയട്രി കളക്ഷൻ ദ വേരി ബ്ലൂസ് എന്ന് പറയുന്ന പോയട്രി കളക്ഷനിലാണ് ഈ ഒരു പോം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുന്നുണ്ട് വോൾട്ട് വിറ്റ്മാൻസിൻ്റെ ഐ ഹിയർ അമേരിക്ക സിംഗിങ് എന്ന് പറയുന്ന പോയത്തിനെതിരെയുള്ളൊരു റെസ്പോൺസ് ആയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു പോം എഴുതിയിട്ടുള്ളതെന്ന് കൂടെ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പോയത്തിൻ്റെ തീം എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഇതിലെ മേജർ തീം എന്ന് പറയുന്നത് റേഷ്യൽ ഡിസ്ക്രിമിനേഷനാണ്. അമേരിക്കയിൽ ബ്ലാക്ക് പീപ്പിൾ അനുഭവിക്കേണ്ടി വന്ന ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനാണ് ത്രൂ ഔട്ട് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആദ്യം തന്നെ ഞാൻ ഈ ഒരു പോം കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക, എന്നിട്ട് നമ്മൾ ലൈൻ ബൈ ലൈനായിട്ട് നമ്മൾ സമ്മറി നോക്കുന്നതാണ്. I too sing America. I'm the darker brother. They send me to eat in the kitchen when company comes. But I laugh and eat well and grow strong. Tomorrow I will be at the table when company comes. Nobody will dare say to me, eat in the kitchen then. Besides, they will see how beautiful I am and be ashamed. I too am America. ഇത്രയാണ് നമ്മുടെ പോമുള്ളത്. സോ നമ്മൾ ഈ പോം ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ പോത്തിൻ്റെ ബിഗിന്നിങ്ങും അതേപോലെ തന്നെ എൻഡിങ്ങും സെയിം ലൈൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഐ ടു, ഈ ഒരു ഐ ടു കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം സംതിങ് ഡീപ്പ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ഇവിടെ നമ്മുടെ പോയിറ്റ് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഐ ടു സിംഗ് അമേരിക്ക. ഹിയർ ദ പോയിറ്റ് is asserting himself to be a part of America. അദ്ദേഹം പറയാണ് ഞാനും അമേരിക്കയുടെ ഭാഗമാണ്. വൈറ്റ് പീപ്പിളിന് എത്രത്തോളം അമേരിക്കയോട് സ്നേഹമുണ്ടോ അത്രത്തോളം സ്നേഹം ബ്ലാക്ക് ആയിട്ടുള്ള എനിക്കും ഉണ്ടെന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഇവിടെ ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാങ്സ്റ്റൺ ഹ്യൂസിനെ മാത്രമല്ല, പക്ഷേ ദ ഹോൾ ബ്ലാക്ക് കമ്മ്യൂണിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. ഓക്കെ, I'm the darker brother. They send me to eat in the kitchen when company comes. But I laugh and eat well and grow strong. ഈ ഒരു വരിയിൽ നമുക്ക് ബ്ലാക്ക് അമേരിക്കൻസ് ഫേസ് ചെയ്യുന്ന ആ ഒരു സെപ്പറേഷൻ, ആ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് ഈ വരികളിൽ കാണാനായിട്ട് സാധിക്കും. അവരെന്താണ് ചെയ്യുന്നത്? ദേ സെൻഡ് മീ ടു ഈറ്റ് ഇൻ ദ കിച്ചൺ വെൻ കമ്പനി കംസ്. ഇവിടെ കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വൈറ്റ് പീപ്പിൾ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് പീപ്പിളിനെയാണ് ഇവിടെ കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വൈറ്റ് പീപ്പിൾ വരുന്ന സമയത്ത് അവരെന്നെ എന്താണ് ചെയ്യുക? കിച്ചണിലേക്ക് പറഞ്ഞേക്കും ഫുഡ് കഴിക്കാൻ. വൈറ്റ് പീപ്പിളിൻ്റെ കൂടെ അദ്ദേഹത്തെ ഇരുത്തിക്കാറില്ല ഫുഡ് കഴിക്കാനൊന്നും. ഇവിടെ പറയുന്നത് അമേരിക്കയിൽ പണ്ട് ബ്ലാക്ക് പീപ്പിളിന് ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഒരു അമേരിക്ക ആയിരുന്നില്ല പണ്ട് കാലത്തെ അമേരിക്ക എന്ന് പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ
അമേരിക്കയിൽ ബ്ലാക്ക് പീപ്പിൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അമേരിക്കയിൽ സ്ലേവറി എല്ലാം എബോളിഷ് ചെയ്തതിന് ശേഷവും ഈ വൈറ്റ് പീപ്പിൾ ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ അവരുടെ വീട്ടു ജോലിക്കായിട്ടും പലതരത്തിലുള്ള ജോലിക്കായിട്ട് അവരെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പോയത്തിൽ ലാങ്സ്റ്റൺ ഹ്യൂസ് വീടിൻ്റെ ഒരു ഇമേജ് നമുക്ക് തരുന്നുണ്ട്. ഇവിടെ ഈ ഒരു വീട്, ഈ ഒരു ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് ദ ഹോൾ അമേരിക്കൻ ഫാമിലി, ദ ഹോൾ അമേരിക്കൻ കൺട്രീനെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പോയിട്ട് പറയാണ് ഇവിടെ തനിക്ക് സങ്കടമൊന്നുമില്ല, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതിൽ സങ്കടമൊന്നുമില്ല. അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ ഈ അമേരിക്കൻസ് വൈറ്റ് പീപ്പിളിനെതിരെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഹിപ്പോക്രസിക്ക് നേരെ അദ്ദേഹം കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയാണ്, എന്നിട്ട് എന്താണ് ചെയ്യുക, ഞാൻ അവരെ നോക്കി ചിരിക്കും, എന്നിട്ട് ഞാൻ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും, എന്നിട്ട് സ്ട്രോങ് ആയിട്ട് വളരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്തിനാണ് അദ്ദേഹം അങ്ങനെ ശ്രമിക്കുന്നത്? നമുക്ക് നെക്സ്റ്റ് ലൈൻസ് നോക്കുന്ന സമയത്ത് അത് മനസ്സിലാവും. ടുമോറോ ഐ വിൽ ബി അറ്റ് ദ ടേബിൾ വെൻ കമ്പനി കംസ്, നോ ബഡി വിൽ ഡെയർ ടു സേ ടു മീ ഈറ്റ് ഇൻ ദ കിച്ചൺ ദെൻ. ഇവിടെ അദ്ദേഹം പറയാണ് ടുമോറോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ദ ഫ്യൂച്ചർ, നാളെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അവസ്ഥ. നാളെ എനിക്കും വൈറ്റ് പീപ്പിളിൻ്റെ കൂടെ ഫുഡ് കഴിക്കാം, അവർക്കുള്ള ആ ഒരു ഈക്വൽ പൊസിഷൻ നാളെ എനിക്കും കിട്ടും. കാരണം പോയിട്ടിനറിയാം എന്ത്, ഇന്നത്തെ അവസ്ഥ ആയിരിക്കില്ല നാളെ. ഇന്ന് ബ്ലാക്ക് പീപ്പിൾ അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു പ്രയാസങ്ങളൊന്നും വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരത് അനുഭവിക്കേണ്ടി വരില്ല എന്ന് പോയിറ്റിന് ഇവിടെ ഷുവറാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹോപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. നാളെ ഈ വൈറ്റ് പീപ്പിൾ വരുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെ തന്നെ ഇരുന്ന് ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കും. ആ സമയത്ത് ആർക്കും എന്നോട് എന്ത് പറയാൻ സാധിക്കില്ല, ഈറ്റ് ഇൻ ദ കിച്ചൺ, പോയി അടുക്കളയിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ആ സമയത്ത് ആർക്കും തന്നോട് പറയാൻ പറ്റില്ല. പകരം എന്താണ്, അവർ കാണും ഞങ്ങൾ ബ്ലാക്ക് പീപ്പിൾ എത്രത്തോളം നന്മയുള്ളവരായിരുന്നു, എത്രത്തോളം സുന്ദരമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് പിന്നീട് വൈറ്റ് പീപ്പിൾ മനസ്സിലാക്കും. ആ സമയത്ത് അവർക്ക് അവരോട് തന്നെ ഒരു ദേഷ്യം, അല്ലെങ്കിൽ അവർക്ക് അവരോട് തന്നെ ഒരു പുച്ഛം, അവരിങ്ങനെ ബ്ലാക്ക് പീപ്പിളിനോട് ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട് അവർക്ക് തന്നെ അവരോടൊരു ഒരു നാണക്കേട് തോന്നുമെന്നാണ് ഇവിടെ നമ്മുടെ പോയിറ്റ് പറയുന്നത്. ഐ ടു എം അമേരിക്ക. കണ്ടില്ലേ? അപ്പം ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ ലാസ്റ്റ് ലൈനോട് കൂടെ പോയിട്ട് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. അവസാനമായിട്ട് പോയിട്ട് പിന്നെയും പറയാണ്, ഞാനും ഈ അമേരിക്കയുടെ ഭാഗമാണ്. ഇത്രയാണ് നമ്മുടെ പോം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോമാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീം അതിൽ കൺവേ ചെയ്യുന്നുണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക.